welcome to Your Beautiful. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫ്രേഗ്രൻസ് കളക്ഷൻ ആണ്. എനിക്ക് പണ്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് ഇതുവരെ ഞാൻ ഫ്രേഗ്രൻസിന്റെ ഇന്നാളൊരു ഹോളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുതിയത് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം കൂടി ആരും അങ്ങനെ അധികം പെർഫ്യൂമിൽ അധികം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് അഫോർഡബിളും എന്തായാലും ഒരു 200 to അതായത് ഡിയോഡ്രൻസിനൊക്കെ 200 ആണല്ലോ, ഒരു 5,000 6,000 പ്രൈസ് റേഞ്ച് വരെയുള്ളതാണ്. അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കുറേയൊന്നുമില്ല. ബട്ട് ഞാനൊരു പെർഫ്യൂം പ്രാന്തിയാണ്. ഐ തിങ്ക് ഇപ്പോൾ ലിപ്സ്റ്റിക്കിനേക്കാളും കൂടുതൽ എനിക്ക് പെർഫ്യൂം പ്രാന്താണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഫ്രേഗ്രൻസ് എന്ന് വെച്ചാൽ സ്കിൻ പ്രോഡക്ട്സ് ആയാലും പൊതുവേ നമ്മൾ പറയും മണമുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷെ എനിക്ക് മണമുള്ള പ്രോഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പെർഫ്യൂം ലവർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നായിട്ട് പ്രോഡക്റ്റ് കാണാം. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കിൻ ബൈ ടൈറ്റൻ. ഇതൊരു ബോഡി മിസ്റ്റ് പോലത്തെ ഫ്രേഗ്രൻസ് മിസ്റ്റ് ആണ്. കുറേ ഫ്രേഗ്രൻസ് ഉണ്ട് ഇതിൽ തന്നെ. എൻ്റെ കയ്യിൽ 2 ഉള്ളൂ, സ്കിൻ കിസ്ഡ് ആൻഡ് സ്കിൻ കിസ്ഡ് ഓസോ ഗ്ലാം ആൻഡ് സ്കിൻ കിസ്ഡ് ഓസോ ക്രഷ്. സോ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഓസോ ഗ്ലാം ആയിരുന്നത്. സോ ഇതാണ് പ്രോഡക്റ്റ്. ഇതിന്റെ പ്രൈസ് ₹695. ആമസോണിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. ഐ തിങ്ക് സം 400+. ഞാനിത് വാങ്ങിച്ചത് ₹695. ഞാനിത് എന്താ പറയുക, മോളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. മോളിൽ നിന്നല്ല, ഞാൻ ഹെൽത്ത് ഇൻ ഗ്ലൂന്ന് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. സോ ഇതിന്റെ സ്മെൽ ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എന്താ പറയുക, ഇത് കുറച്ചൊരു ഒരു പാർട്ടി വെയറിന് പറ്റിയ ഒരു സ്മെല്ലാണ്. പക്ഷെ കുറച്ചൊരു ഗ്ലാമറസ് സ്മെല്ലാണ്. ബട്ട് ഞാനിത് ഓഫീസിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ. എന്താ പറയുക, നമുക്ക് പക്ഷെ ഇത് വേഗം തീരുന്നോളം ഇങ്ങനെ വേഗം ഞാൻ എന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേഗം തീരും, കാരണം ബോഡി മിസ്റ്റ് ആണ്. കുറേ നേരം സ്മെല്ല് നിൽക്കില്ല, ഇടയ്ക്ക് നമുക്ക് ടച്ച് ചെയ്യേണ്ടി വരും. ബട്ട് ഒരു നൈസ് ഗ്ലാമറസ്, കുറച്ച് പെപ്പി, കുറച്ച് യങ് കോളേജ് ഗേൾസിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഇത് സിട്രസി അല്ല, ചെറുതായിട്ടൊരു സ്വീറ്റ് സ്മെല്ലാണ്. ഇത് വന്നിട്ട് പ്യോർലി ഫ്ലോറൽ സ്മെല്ലാണ്. ഈ പിങ്കിലുള്ളത് അവരുടെ ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്. സോ ഇത് രണ്ടാണ് അവരുടെ റേഞ്ചിലത്തെ എൻ്റെ ഫേവറേറ്റ്. ഇത് ആക്ച്വലി വെരി സിമിലർ ടു വിക്ടോറിയ സീക്രട്ട് ബോംഷെല്ലിന്റെ ചെറുതായിട്ടൊരു സ്മെല്ല് ഇതിനുണ്ട് കേട്ടോ. ഇത് 200 ml ബോട്ടിലാണ്. സോ കോളേജ് ഗേൾസിനൊക്കെ ഒരു അടിപൊളി മിസ്റ്റ് ആണ്. ഇത് ഭയങ്കര ഫ്ലോറൽ സ്വീറ്റ്. എനിക്ക് പൊതുവേ സ്വീറ്റ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സമ്മർ ടൈമിൽ കുറച്ച് സിട്രസി, കുറച്ച് അങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചൊരു സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇത് ഞാൻ മിനിസോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഫോക്കസ് ഇത് ഞാൻ മിനിസോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിനെ പറ്റി പറയാനായിട്ട്, ഇതും അഗൈൻ ഒരു ഫെമിനൻ സ്മെല്ലാണ്. ബട്ട് ഒരു ക്രിസ്പ് ഉണ്ട്, നല്ലൊരു എന്താ പറയുക, സ്വീറ്റ് അല്ല, കുറച്ച് ചെറുതായിട്ടൊരു ഫ്രഷ്നെസ് ഉണ്ട്. ദിസ് വുഡ് ബി ബെസ്റ്റ് ഫോർ ഒരു 20 to 25 ഏജ് വരെയുള്ള കുട്ടികൾക്ക്. ഐ തിങ്ക് അപ് ടു 30 ആ ഒരു ഏജിൽ, ഒരു 18 to 30 അത് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ ഒരു ഏജിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ബട്ട് ലാസ്റ്റിംഗ് അല്ല. ഐ തിങ്ക് ജസ്റ്റ് 1 hour നിൽക്കുള്ളൂ. ആൻഡ് ഇതിന് ഐ തിങ്ക് സം 400+ എന്തെങ്കിലായിരുന്നു. ഇത് മിസ് ചാം ലേഡീസ് പെർഫ്യൂം റൊമാൻസ് ഓ ഡേ ടോയ്ലറ്റ്. ഇത് 50 ml പ്രോഡക്റ്റ് ആണ്. ഞാനിത് ഫീനിക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ബട്ട് ലാസ്റ്റിംഗ് പവർ വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രേഗ്രൻസ് സ്റ്റോറി വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇത് ആമസോണിലാണ്. ഐ തിങ്ക് ഇതിന്റെ പ്രൈസ് ഇത് $699. ഇത് ഒരു ഫ്ലോറൽ സ്മെല്ലാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ്. യെസ്, പേരായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഈ സ്മെല്ലിനെ റിലേറ്റ് ചെയ്യാം. ആൻഡ് ഇതൊരു ഡെയിലി വെയറിന് പറ്റും, ആൻഡ് ഓഫീസ് വെയറിനൊക്കെ പറ്റും. കുറച്ച് എന്താ പറയുക, ഭയങ്കര സട്ടിൽ, ഭയങ്കര മൈൽഡാണ്, സ്ട്രോങ്ങേ അല്ല. ഇതിന്റെ ലാസ്റ്റിംഗ് പറഞ്ഞ പറ്റി പറയാനായിട്ട് വളരെ മോശമാണ്. 1 മണിക്കൂർ പോലും ഉണ്ടാവില്ല. forget 1 hour. ഐ തിങ്ക് ഇറ്റ് ഫേഡ്സ് ഓഫ് ഇൻ half an hour. അത് കാരണം ഇതിന്റെ ലാസ്റ്റിംഗ് പവർ ആണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. ലൈക്ക് ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ലാസ്റ്റിംഗ് പവർ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. ബട്ട് ലാസ്റ്റിംഗ് പവർ ഇസ് വെരി ബാഡ്. ബട്ട് ഈ സ്മെൽ ഇസ് വെരി സിമിലർ ടു ഒരു എലിസാബിന്റെ ഒരു പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി സിമിലർ, നോട്ട് സെയിം, സിമിലർ. ബട്ട് ഫ്രേഗ്രൻസ് നല്ലതാണ്. ഒരു കുറച്ചൊരു മൈൽഡ്, സ്പെഷ്യൽ ഒക്കേഷൻസിന് ഭയങ്കര ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ. ലൈക്ക്
Yeah. നെക്സ്റ്റ് പെർഫ്യൂം വന്നിട്ട് സാറയുടെ പെർഫ്യൂമാണ്. ഇത് ഞാൻ സാറ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ അവരുടെ പെർഫ്യൂം നിങ്ങൾക്ക് അറിയാം, ലൈക്ക് അവരുടെ ക്ലോത്തിങ്സിന്റെ വിലയല്ല അവരുടെ പെർഫ്യൂംസ് കുറച്ചും കൂടിയും ഒരു അഫോർഡബിൾ സൈഡാണ്. 2 പെർഫ്യൂമാണ് അവരുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ എൻറ്റയർ കളക്ഷൻ ഞാൻ സ്പ്രേ ചെയ്ത് കുറേ പ്രാവശ്യം സ്മെൽ ചെയ്ത് അവസാനം ഈ 2 എത്തിയത്. ആൻഡ് എൻ്റെ ഒരു ടേസ്റ്റ് പറയാനായിട്ട് എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സിട്രസി ഭയങ്കര ഇഷ്ടമാണ്, ഈ സമ്മറിന് പറ്റിയ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സെക്സി കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ഞാൻ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്യും. ബട്ട് എവറി ടൈം ഐ ബൈ എനിക്ക് ഈ സെക്സി പെർഫ്യൂംസ് എന്തോ എൻ്റെ ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഉണ്ടാവും. സോ എൻ്റെ ഒരു ഇതിന് പറ്റിയ സ്മെല്ലല്ല ഈ നമ്മൾ കുറച്ച്, എനിക്ക് റൊമാൻറ്റിക് ഫ്രേഗ്രൻസ് കുഴപ്പമില്ല, ബട്ട് ഈ സെക്സി കൈൻഡ് ഓഫ് ഇതിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആൻഡ് ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ എനിക്ക് അങ്ങനത്തെ ഈ സെക്സി പെർഫ്യൂംസ് അത്ര ഇഷ്ടമല്ല. ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഈ ഫ്രഷ് കുറച്ച് സ്വീറ്റ്, ലൈക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിന് പോകാൻ എനിക്ക് സ്വീറ്റ് ആണ് ഇഷ്ടം. അങ്ങനെ ഒരുപാട് സ്ട്രോങ് ഇഷ്ടമല്ല, ബട്ട് മൈൽഡും എനിക്കിഷ്ടമല്ല കേട്ടോ. സോ ഇതാണ് എൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ എനിക്ക് വാനില പെർഫ്യൂംസ് അത്രയ്ക്ക് വലിയ ഫേവറേറ്റ് ഒന്നല്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സാറാന്ന് വാങ്ങിച്ചത്. ഇത് സാറ ഫെം സമ്മർ. ഇത് പെർഫെക്റ്റ് ഫോർ സമ്മർ, ബട്ട് ഐ വുഡ് സേ ഇത് എല്ലാ സീസണിനും പറ്റും എന്ന് എനിക്ക് തോന്നി. ഇത് അങ്ങനത്തെ ഈ ഗ്രീൻ ടീയോ ടീ ട്രീയോ ഓർ ഈ സിട്രസിയോ ഓറഞ്ചിന്റെ ഒരു സ്മെല്ലൊന്നല്ല. ഇതിന് ഒരു അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ക്രിസ്പി സ്മെല്ലാണ്. ഐ ലൈക്ക് ഇറ്റ്. ലൈക്ക് അടിച്ചുടനെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ബട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്രഷ്നെസ് മാറിയിട്ട് ചെറുതായിട്ടൊരു കുറച്ചൊരു വുഡി നോട്ട്സിലേക്കാണ് പോണേ. ഫ്രേഗ്രൻസ് ക്രേസുകാർക്ക് വുഡി നോട്ട്സ് ഒക്കെ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. സോ ഫ്രഷ് നോട്ട്, സോ ബേസ് നോട്ട് പറയാനായിട്ട് ഇവരുടെ കുറച്ചൊരു ഫ്രഷ് സ്മെല്ലാണ്. ബട്ട് മിഡിൽ നോട്ട്സ് ആണ് ശരിക്കും നമ്മുടെ പെർഫ്യൂമിലത്തെ ആക്ച്വൽ കുറച്ച് നേരം നമുക്ക് കിട്ടുന്ന സ്മെല്ല് ഈ മിഡിൽ നോട്ട്സ് ആയിരിക്കും. സോ ഈ മിഡിൽ നോട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറുതായിട്ടൊരു വുഡി നോട്ടാണ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഭയങ്കര സ്ട്രോങ് അല്ല, അന്ന് മൈൽഡും അല്ല. ആൻഡ് ഇതിന്റെ ലാസ്റ്റിംഗ് പവറിനെ പറ്റി പറയാനായിട്ട് ഐ തിങ്ക് മേ ബി 4 hours ഇതിന്റെ സിലേജ് ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ സാറയിലത്തെ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫ്രം സാറ. ഇത് സാറയുടെ ഫോക്കസ് ആവും മക്കളെ, ഫോക്കസ്. ഇത് സാറയുടെ ഒരു ബേബി പിങ്ക്, ഭയങ്കര പെയിൽ പിങ്ക് ജോയ്ഫുൾ ട്യൂബ്രോസ് ആണ്. സോ ട്യൂബ്രോസ് നിങ്ങൾക്കറിയാം. സോ ഇതിൽ പേടിക്കേണ്ട, ട്യൂബ്രോസിന്റെ സ്മെല്ലൊന്നും ഇതിലില്ല. ഐ വുഡ് സേ ഇതിൽ ഞാൻ പൊതുവേ ഈ ബ്രിട്ടീഷ് റോസ് റിലേറ്റഡ് പെർഫ്യൂംസ് കടയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു സ്വീറ്റ് സ്മെൽ ഉണ്ടാവും. ആ ഒരു സ്വീറ്റ്നെസ് ആണ് ഇതിന്. ആൻഡ് ഇത് സ്മെല്ല് ചെയ്യുമ്പോണ്ടല്ലോ, വാട്ട് ഐ റിമെമ്പർ ഇസ്, എനിക്കിങ്ങനെ ഒരു സ്മെല്ല് എന്നെ ഭയങ്കര നൊസ്റ്റാൾജിക് ആക്കും. ഓർ മേ ബി യുനോ ഒരു പെട്ടെന്ന് ഒരു സീൻ ഞാൻ ഓർക്കും, പെട്ടെന്ന് സംതിങ് ദാറ്റ് ഐ ഹവ് ഡൺ, പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സാറയുടെ ഈ ജോയ്ഫുൾ ട്യൂബ്രോസ്, ഐ വുഡ് സേ ഇറ്റ്സ് എ റൊമാൻറ്റിക്, ഭയങ്കര സോഫ്റ്റ് റൊമാൻസ് എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. ഈ ഒരു പെർഫ്യൂമിന് കുറച്ചൊരു സോഫ്റ്റ് സ്മെല്ലാണ്. ഇതിൽ ട്യൂബ്രോസിന്റെ ഒരു സ്ട്രോങ് ഇതിലില്ല. ഭയങ്കര മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഇടയിലൊരു വുഡി നോട്ട്സും ഒരു വുഡി സ്മെല്ലും എനിക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ഐ ലൈക്ക് ഇതെങ്ങനെയാന്ന് കുറച്ചൊരു ചെറുതായിട്ടൊരു മിൽക്കി കൈൻഡ് ഓഫ് ടച്ച് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളൊരു കൗച്ചിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് we're just having good time, you know, with your like couples, like you feel like cuddling, angante that kind of smell, like angante oru situation aanu enki orma varunnu. I'm too bad at explaining. This makes me a little romantic. Next പറയാൻ പോകുന്നത് is from NV blush. ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അഗൈൻ ഇതിനൊരു റോസ് ഡോമിനന്റ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ബട്ട് ഒരു സോഫ്റ്റ് റോസ്, വെരി ലോങ് ലാസ്റ്റിംഗ്. ഐ തിങ്ക് ഇത് ഒരു 150 rupees അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. ഇത് ഒരു സ്ട്രോങ് സ്മെല്ലാണ്, ബട്ട് സോഫ്റ്റ് എന്ന് പറയും. ലൈക്ക് നമ്മളിതിട്ട് പോകുമ്പോൾ ഈ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് നന്നായിട്ട് അറിയും. ലൈക്ക് ഈ ഇന്ന ആള് ഇത് അടിച്ചിട്ട് നടന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് മൈൽഡേ അല്ല, സ്ട്രോങ് ആണ്, ബട്ട് സോഫ്റ്റ് കൈൻഡ് ഓഫ് സ്ട്രോങ്. ഭയങ്കര ഫെമിനിൻ ആണ്, ടിപ്പിക്കൽ ഫ്ലോറൽ ഫ്രേഗ്രൻസ് അല്ല, ബട്ട് അഗൈൻ ഭയങ്കര സോഫ്റ്റ് റൊമാൻറ്റിക് കൈൻഡ് ഓഫ് സ്മെല്ലാണ്.
NV blush and ഇതിന്റെ lasting part is the best. Like ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ റിയലി ദ ബെസ്റ്റ്. ചിലപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. നിങ്ങൾക്ക് ഈ റോസ് എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പിക്കൽ റോസ് ഫ്രേഗ്രൻസ് അല്ല ഇതില്. നമ്മൾ പെർഫ്യൂമിന് റോസ് ഫ്രേഗ്രൻസ് ലൈക്ക് ഈ ബ്രിട്ടീഷ് റോസ് അങ്ങനത്തെ ജോയ്ഫുൾ റോസ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് വേറൊരു പൂവിന്റെ മണമായിട്ടാണ്. നമ്മുടെ ആ ടിപ്പിക്കൽ നമ്മുടെ ആ റോസിന്റെ മണമല്ല ആ ഒരു പെർഫ്യൂം ഉണ്ടാവുക. ചിലപ്പോൾ ഇത് ഇഷ്ടാവില്ല. ഇത് ഭയങ്കര കുറച്ചൊരു സ്വീറ്റ് ആണ്, ഭയങ്കര സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് സ്മെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഇത് എംബാക്കിന്റെ ഒരു പെർഫ്യൂമാണ്, എംബാക്ക് മൈ ഡ്രീം ഫോർ ഹർ. ഇത് ഐ തിങ്ക് ആണുങ്ങളുടെ ഏത് കളറെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ദിസ് ഈസ് ഫോർ ഹർ. ദിസ് സ്മെൽ ഇസ് കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്മെല്ലാണ്. ഇത് ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ, ഭയങ്കര സ്വീറ്റ് ആണ് ആൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾക്ക് ചില ദിവസം ഇത് അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഭയങ്കര സെൻസിറ്റീവ് ആയ ആൾക്കാരാണ് നിങ്ങൾ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവില്ല. ബട്ട് ഇതിന്റെ മണം നല്ലതാണ്. ഐ ലൈക്ക് ദ സ്മെൽ. ഇതിന്റെ പ്രൈസ് ഐ തിങ്ക് സം 700-800. നല്ലൊരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്മെല്ലാണ് ആൻഡ് വെരി ലോങ് ലാസ്റ്റിംഗ്. നെക്സ്റ്റ് പെർഫ്യൂം ഉള്ളത് ഇത് വന്നിട്ട് എലിസാബിന്റെ പെർഫ്യൂമാണ്. ദിസ് അഗൈൻ ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഏതോ ഒരു മോളിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് മോളിന്റെ പേര് ഓർമ്മയില്ല. ബാംഗ്ലൂരിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഈ സ്മെൽ ഞാൻ പറഞ്ഞില്ലേ, ദിസ് സ്മെൽ ഇസ് വെരി സിമിലർ ടു ദിസ് വൺ. സെയിം അല്ല, കുറച്ച് സിമിലർ ആണ് ആൻഡ് ഇത് വെരി ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ പൊതുവേ പറയും ഫ്രേഗ്രൻസ് ഒക്കെ ഡ്രസ്സിലല്ല അടിക്കണത്, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സിൽ അടിക്കുന്ന സ്വഭാവമുണ്ട്. ആൻഡ് ഇന്നിട്ടിട്ട് ഞാനിപ്പോൾ ഇന്ന് അടിച്ചു വെച്ചെങ്കിൽ അത് നാളെ ചിലപ്പോൾ കഴുകി കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു സ്മെല്ല് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. സോ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ലാസ്റ്റിംഗ് പവർ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഐ ടെൽ യു സംതിങ്, ഒരു മസ്റ്റ് ഹാവ് ഫ്രേഗ്രൻസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ് ഇത്. ഭയങ്കര ഡൊമിനേറ്റിംഗ് കൈൻഡ് ഓഫ് സ്മെല്ലല്ല, ഭയങ്കര സട്ടിൽ എന്നാലോ മണമുണ്ട്. ഭയങ്കര കുറച്ചൊരു ഫോമൽ ഒക്കേഷൻസിന് പറ്റും, എന്നാൽ സ്പെഷ്യൽ ഒക്കേഷൻ നമുക്ക് വെഡിങ്സിനൊക്കെ പോവാണെങ്കിലും പറ്റും. സോ അങ്ങനെ എന്താ പറയുക, എല്ലാ ഒരു ഒക്കേഷനിലും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ അങ്ങനെ കയറി പോണ സ്മെല്ലല്ല, ബട്ട് ഭയങ്കര സട്ടിൽ, ഒരു ക്ലാസ് ഉള്ള കുട്ടിയാണിത്. ഐ ലൈക്ക് ഇറ്റ്. ഇതിന് ചെറുതായിട്ട് ഇതില് ഇതിന്റെ ബേസ് നോട്ടില് നിങ്ങൾക്ക് ഈ ഗൾഫിൽ നിന്ന് കിട്ടണ ബ്രൂട്ടില്ലേ, ഒരു ഗ്രീൻ കുപ്പിയിൽ ഒരു ചെയിനൊക്കെ ആയിട്ടുള്ള ബ്രൂട്ടില് അടിച്ചുടനെ അതിന്റെ ഒരു സ്മെല്ലുണ്ട്. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആവും കേട്ടോ. സോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഇപ്പൊ എനിക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ആ ബ്രൂട്ടിന്റെ സ്മെല്ലാണ്. എനിക്കിപ്പോൾ എൻ്റെ 3ാം ക്ലാസ്സാണ് ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ ഒരു കുപ്പി കാണുന്നത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ ഒരു അങ്കിളുടെ ഉണ്ടായിരുന്നു അത്. സോ അതിൻ്റെ മണമാണ് എനിക്ക് എൻ്റെ ആ ഒരു, ഞാൻ ട്രിവാൻഡ്രം ബീച്ചിലേക്ക് പോയ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അന്ന് അതൊക്കെ അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വല്യപ്പച്ചെന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെ എൽഡർ ബ്രദറിൻ്റെ വീട് ട്രിവാൻഡ്രാണ്. സോ അങ്കിളുടെ ഇതുണ്ടായിരുന്നു. സോ എനിക്ക് ഈ സ്മെല്ല് ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ്സാണ് ആ സ്മെല്ല്. അത് കഴിഞ്ഞ് അത് ഫെയ്ഡായിട്ട് വേറൊരു സ്മെല്ലായിട്ടാണ് ഇത് എനിക്ക് തോന്നാറ്. ആൻഡ് ഓൾസോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്, എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിൽ ഫ്രേഗ്രൻസ് കുറച്ചും കൂടിയും അധികം ലാസ്റ്റ് ചെയ്യും. ബട്ട് ഡ്രൈ സ്കിൻകാർക്ക് അങ്ങനെയല്ല, വേഗം ഫെയ്ഡായിട്ട് പോട്ടെ. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ കഴിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് ഓരോ ബോഡിയിലും ഓരോ സ്മെല്ലായിട്ടാവും തോന്നുക. സോ എൻ്റെ ബോഡിയിൽ എങ്ങനെയാണ് ലാസ്റ്റിംഗ് പറയാതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആൻഡ് ഇതിന്റെ പ്രൈസ് ആണ് ഇത്തിരി കൂടുതൽ. ഐ തിങ്ക് ഇത് 2 പാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എത്ര ml ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ദിസ് ഇസ് 30 ml 5000 സംതിങ് അങ്ങോട്ടാണ്, എനിക്ക് ഓർമ്മയില്ല എത്രയ്ക്ക്. ഞാനിത് വാങ്ങിക്കുമ്പോൾ 5000 അവിടേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ വലിയ ബോട്ടിലിന് ഐ തിങ്ക് 7000 പ്ലസ് എത്രയോ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് എന്താ പറയുക, വർത്ത് എവറി പെന്നി തന്നെ പറയാം. നെക്സ്റ്റ് പെർഫ്യൂം വന്നിട്ട് ഗ്ലാം ദ പെർഫ്യൂമറിന്റെ. ഇത് ഭയങ്കര റൊമാൻറ്റിക്, റാൽഫ് ലോറന്റെ റൊമാൻസിന്റെ ഡ്യൂപ്പാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ റാൽഫ് ലോറന്റെ റൊമാൻസ് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇതിന്റെ സ്മെൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചൊരു സ്പ്രേ ആണ്. എനിക്ക് ഓർമ്മയില്ല, ചാർലി ഏതോ ഒരു സ്പ്രേ ഉണ്ട്. ബട്ട് അതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഇതിന് കിട്ടുന്നത്. നോട്ട് അറ്റ് ഓൾ യുണീക്ക്. നമ്മൾ ഈ ഒരു സ്മെല്ല് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക, ഒരു യുണീക്കേ അല്ല, ഭയങ്കര വെരി ഫെമിലിയർ കൈൻഡ് ഓഫ് സ്മെൽ.
കുറച്ചൊരു ഫ്രൂട്ടി സ്മെല്ലുണ്ട്. എന്നാൽ കുറച്ച് ഇത് ഭയങ്കര റൊമാൻറ്റിക് സ്മെല്ലാന്നാ പറഞ്ഞത്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റൊമാൻറ്റിക് സ്മെൽ, ബട്ട് കുറച്ചും കൂടിയും ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതുള്ളത്. എനിക്ക് അങ്ങനെ ഫ്രൂട്ടി സ്മെൽ അത്രയ്ക്ക് ഇഷ്ടമല്ല. ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ബട്ട് നോട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ബട്ട് ഒരു ലാസ്റ്റിംഗ് പവർ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 to 5 hours വരെ ലാസ്റ്റ് ചെയ്യും. ബട്ട് ഇത് കണ്ടില്ലേ ഞാൻ എത്ര യൂസ് ചെയ്തേക്കണേന്ന്. സോ എൻ്റെ അത്ര വലിയ ഫേവറേറ്റ് അല്ല. നെക്സ്റ്റ് പെർഫ്യൂം വന്നിട്ട് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റിന്റെ 2 എൻ്റെ കയ്യിലുണ്ട്. സോ ഫസ്റ്റ് ഇതിലത്തെ ഇതാ ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്, ബട്ട് രണ്ടും 2 ഒക്കേഷനിന് പറ്റുള്ളൂ. സോ ആദ്യം ഞാൻ ഇത് പറയാം. ഇത് വന്നിട്ട് യുണൈറ്റഡ് ഡ്രീംസ് ലിവ് ഫ്രീ നോ ഡ്രീംസ് നോ ചേഞ്ച് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റിന്റെ ഗ്രീൻ ആണ് കേട്ടോ. ഇതിന്റെ സ്മെൽ എങ്ങനെയാണെന്ന് അറിയോ? എനിക്ക് നമ്മുടെ ടീ ട്രീ ഒക്കെ ഇല്ലേ, എനിക്ക് എൻ്റെ പ്ലം ടോണർ ഭയങ്കര ഫ്രഷ്, സമ്മറിന് പറ്റും. ലൈക്ക് ഒരു ഫ്രഷ് സ്മെല്ലാണ്. ലൈക്ക് എനിക്ക് ഞാനുണ്ടല്ലോ ഒരു വീഡിയോ എടുക്കുമ്പോൾ, നിങ്ങൾ ആരോടും പറയണ്ട ഞാൻ എന്നെ നാറ്റിക്കാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വീഡിയോ എടുക്കുമ്പോഴല്ലോ പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുക. കാരണം എനിക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് എനിക്ക് ഒരു സ്മെൽ ക്യാൻ ചേഞ്ച് മൈ മൂഡ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഞാനൊരു വിയേർഡ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഞാൻ ഭയങ്കര എക്സ്ട്രീംസ് ആണ് എല്ലാത്തിൻ്റെയും. എനിക്കൊരു സ്മെൽ മതി എൻ്റെ മൂഡ് ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യാനായിട്ട്. ആൻഡ് ദിസ് ഞാൻ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചുമ്മാ അടിക്കും, വെറുതെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനായിട്ട്. സോ അത് കാരണം നോക്കിയത് കണ്ട കുറേ തീർന്നിട്ടുണ്ട്. ഇതൊന്നും അത്ര പഴയതൊന്നുമല്ല കേട്ടോ. ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രഷ്, ഫ്ലോറലേ അല്ല, സ്വീറ്റ് അല്ല, റൊമാൻറ്റിക് അല്ല, സെക്സി അല്ല, ഒന്നല്ല, ബട്ട് വെരി നല്ല ഫ്രഷ്. ലൈക്ക് കോളേജ് ഗേൾസിന് എന്തായാലും ഇഷ്ടമാവും, ബട്ട് ഈവൻ ഫോർ ഓഫീസ് വെയറിന് നമുക്ക് പറ്റും. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ആൻഡ് ഇതിന്റെ ലാസ്റ്റിംഗ് പവർ ഇസ് ഐ തിങ്ക് ഒരു 3 to 4 hours തന്നെ ഉള്ളൂ ഇതിന്റെ ലാസ്റ്റിംഗ് പവർ. ബട്ട് ഐ ലവ് ദ സ്മെൽ. എനിക്ക് ഇതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രഷ് കുറച്ച് ലീഫി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ഇഷ്ടമാണെങ്കിൽ ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇത് അവരുടെ തന്നെ പിങ്ക് ആണെന്ന് തോന്നുന്നു. ആ റേഞ്ച് അല്ല, ഇത് വേറൊരു റേഞ്ചാണ്. സോ ഇതിലത്തെ പിങ്ക്, അതിൻ്റെ ഗ്രീൻ, അതിൻ്റെ ബ്ലൂ ഉണ്ട്. ഇതേ ബോട്ടിലിൽ ബ്ലൂ ഉണ്ട്. ആ ബ്ലൂ സെയിം ആണ് മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ഗ്രീനില്ലേ, അതും ആ ബ്ലൂവും സെയിം ആണ് കേട്ടോ. ബട്ട് ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് ഇത് നല്ല സ്വീറ്റ് റൊമാൻറ്റിക്, ഒരു ഡേറ്റിനൊക്കെ പോകുമ്പോൾ ലൈക്ക് യു ഗോയിങ് ടു മീറ്റ് യുവർ ബോയ് ഫ്രണ്ട് ആൻഡ് നല്ല സ്വീറ്റ് റൊമാൻറ്റിക്, ഫ്രഷ് അല്ല, ഭയങ്കര സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് റൊമാൻറ്റിക് കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഫ്ലോറലാണ് കേട്ടോ, ഫ്ലോറൽ നോട്ട്സ് ആണ്. ബട്ട് ഐ ലവ് ഇറ്റ്. നല്ല സ്മെല്ലാണ്. ബട്ട് ഇത് കൂടുതൽ അടിക്കരുത്, ചിലപ്പോൾ ഒരു ഹെഡേക്ക് വരും. ബട്ട് നേരത്തെ കാണിച്ച ഗ്രീനിന് ആ ഒരു ഹെഡേക്ക് പ്രശ്നമില്ല. ബട്ട് ഇതിന് ചിലപ്പോൾ നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രം ഇത് ഒരു ഹെഡേക്ക് തരും കേട്ടോ. പക്ഷെ എനിക്കിഷ്ടം. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് ക്വീൻ ഓഫ് സെഡക്ഷൻ, ABD ആണ് ക്വീൻ ഓഫ് സെഡക്ഷൻ. ഇത് ഒരു ഫ്രഷ് കൈൻഡ് ഓഫ് ഒരു പറ്റിയ ഒരു സമ്മറിന് പറ്റിയ ഒരു സ്മെല്ലാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞില്ലേ, അതേപോലത്തെ സെയിം അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു സ്മെല്ലാണ്. ഇത് റൊമാൻറ്റിക് അല്ല, സെക്സി അല്ല, ബട്ട് ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ട്, കുറച്ച് വുഡി നോട്ട്സ് ഉണ്ട്. വെരി ഫ്രഷ് ആൻഡ് ലാസ്റ്റിംഗ് പവർ വളരെ മോശമാണ്, പൗഡറി നോട്ട്സ് ആണ്. ബട്ട് ഐ ലൈക്ക് ദ സ്മെൽ. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചെറുതായിട്ടൊരു സിട്രസി നോട്ട്സ് ഇതിലുണ്ട്, സിട്രസി സ്മെല്ലുണ്ട്. ബട്ട് ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ വളരെ മോശമാണ്. ബട്ട് സ്മെൽ നല്ലതാണ്. ചിലവർക്ക് ഈ പൗഡറി നോട്ട്സ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, സോ അവർക്ക് ഇഷ്ടമാവില്ല. ബട്ട് എന്നോടിത് വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഞാനിത് വാങ്ങിക്കില്ല. സോ ബട്ട് ആസ് ഓഫ് നൗ എനിക്ക് ഈ ഒരു പെർഫ്യൂം ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഐ തിങ്ക് 2200 എത്ര അങ്ങോട്ട് ആയിരുന്നു. ഞാൻ ഇതൊക്കെ സ്മെൽ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. ഈ സംഭവം ഞാൻ സ്മെൽ ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് ഇത് ആണുങ്ങളുടെ ആണ് കേട്ടോ. ഇത് യാർഡ്ലിയുടെ ആണ്. ഇത് ആക്ച്വലി എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തതാണ്. ഇത് യാർഡ്ലി ജെന്റിൽമെൻ ക്ലാസിക് 100 ml. ഇതിന് മണം ഞാൻ മറന്നു. പ്രൈസ് ഓർമ്മയില്ല. ഇതിനെങ്ങനത്തെ ഒരു ആഫ്റ്റർ ഷേവിൻ്റെ ഒരു സ്മെല്ലില്ല. ആ പ്രോപ്പർ ആണുങ്ങളുടെ ഏത് പ്രോഡക്റ്റിനും ഒരു സ്മെൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. കുറച്ച് സ്ട്രോങ് ആണ് ആൻഡ് ലാസ്റ്റിംഗ് പവർ ഉണ്ട്. ആൻഡ് സ്ട്രോങ് എന്ന് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആൻഡ് സ്ട്രോങ് എന്ന് പറയാം. മൈൽഡ് ഫ്രേഗ്രൻസ് അല്ല, ബട്ട് നോട്ട് ബാഡ് എ ഫ്രേഗ്രൻസ്.
നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതൊരു ഡിയോഡ്രൻ്റ് ആണ്, നൈക്കിയുടെ വിമൻ്റെ ഒരു ഡിയോഡ്രൻറ്റ് ആംബർ. ഈ ഡിയോഡ്രൻറ്റ് ഞാനിപ്പോൾ റൂം സ്പ്രേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല. നമുക്ക് ബോഡി സ്പ്രേന് പറ്റിയ സ്മെല്ലല്ല അത്. ലൈക്ക് സീരിയസ്ലി, ലൈക്ക് ഹൂ ഡസ് ദിസ്? ഇത് റൂം സ്പ്രേന് പറ്റിയ സ്മെല്ലാണ്. ലൈക്ക് ഒരു ഫ്രഷ് സ്മെല്ല് റൂമിന് വേണമെന്ന് വെച്ചെങ്കിൽ ഞാനിത് റൂം സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് ഇന്നാളെ ഞാൻ അജോ ചേട്ടൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ റൂമായിട്ട് അടിച്ചു. സോ ഹി ആക്ച്വലി തോട്ട് ഇത് റൂം സ്പ്രേ ആണ്. സോ ചേട്ടൻ പറഞ്ഞു ലൈക്ക് ഇത് റൂം സ്പ്രേന് അടിപൊളി. അപ്പം ഞങ്ങളത് റൂം സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് റൂം സ്പ്രേ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തു. ബട്ട് അതർവൈസ് എനിക്കിഷ്ടമല്ല. ഇത് നൈക്കിയുടെ ഒരു സ്മെല്ലാണ്. ഐ ഡോണ്ട് നോ, എനിക്ക് മണം തീരെ ഇഷ്ടമല്ല. ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്, ബട്ട് നമുക്ക് ബോഡിക്കുള്ള ഫ്രഷ്നെസ് അല്ല ഇത്, റൂമിനുള്ള ഫ്രഷ്നെസ് ആണ് ഇത്. സോ എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഫോഗിൻ്റെ ഇൻറ്റൻസ് അറോമാറ്റിക്. ഇതിൻ്റെ ആണിനും പെണ്ണിനും ഒരു കോംബോ ആയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ബ്രദർ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നെ. സോ ഈ ആണിൻ്റെ ചേട്ടൻ യൂസ് ചെയ്തു, പെണ്ണിനെ ഞാൻ യൂസ് ചെയ്തു. പെണ്ണിൻ്റെ ആ സ്പ്രേ വർക്ക് അവല് നിർത്തി. ബട്ട് എനിക്ക് പെണ്ണിൻ്റെ സ്മെല്ലാണ്, പെണ്ണിൻ്റെ വെച്ചാൽ ഫീമെയിൽ ഫെമിനിൻ പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഇതിനേക്കാളും ഇഷ്ടം. അതൊരു പെർഫ്യൂം ബോട്ടിലാണ് വരിക. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര വുഡി ആണ്. ഇതിൽ അത്തറിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ്. ബട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്. ബട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടമാവും. അങ്ങനത്തെ ഫ്രഷ് സ്മെല്ലൊന്നുമല്ല, ബട്ട് മേ ബി ലൈക്ക് ഒരു ഈ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പറ്റിയ സ്മെല്ലാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സണ്ണി ലിയോന്റെ ഫ്രേഗ്രൻസ് റേഞ്ച്. നിങ്ങൾക്ക് അറിയാൻ ഇറങ്ങിയിട്ടുള്ളത് സണ്ണി ലിയോന്റെ ലാസ്റ്റ്, ആക്ച്വലി ഫോർ മെൻ ആണ്. പക്ഷെ ഞാനിത് എനിക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് തീരാറായി തോന്നുന്നു. ഇത് ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ഷാർപ്പ്, ഭയങ്കര ഡീപ്പ്, ഭയങ്കര സെക്സി, ഭയങ്കര എങ്ങനത്തെ സെക്സി ആണെന്ന് അറിയോ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ് വൈൽഡ്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഇത് അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. നോട്ട് ദാറ്റ് സോഫ്റ്റ് റൊമാൻറ്റിക് സെക്സി, ബട്ട് ഭയങ്കര വൈൽഡ്, കാം, ഈറ്റ് മീ, ഇത് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഭയങ്കര ഡീപ്പ് നമ്മുടെ നോസിൽ. ഇതിന് കുറച്ചൊരു മസ്കി സ്മെല്ലാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഈ മസ്ക് ഒന്നും ഇഷ്ടമില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവില്ല. എനിക്ക് മസ്ക് ഒന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. സോ എനിക്കിത് അത്രയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമാണ്. എനിക്ക് അജോ ചേട്ടൻ ഇത് അടിച്ചു വരുമ്പോൾ എനിക്കിഷ്ടമാണ്. ബട്ട് സോ ഇത് ഓഫീസിലൊന്നും നമുക്ക് പറ്റില്ല. മേ ബി ഇഫ് യു റിയലി വോണ്ട് ടു മീറ്റ് സം വൺ സ്പെഷ്യൽ ഫോർ സംതിങ്, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇത് ഭയങ്കര സെക്സി ഡിയോഡ്രൻ്റ് ആണ്. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇത് ലവ് റോക്ക് ബൈ ഷക്കീര. സോ ഷക്കീരയ്ക്ക് ഒരു പെർഫ്യൂം റേഞ്ച് ഉണ്ട്. ദിസ് ഇസ് ലവ് റോക്ക് ബൈ ഷക്കീര. ഇത് എങ്ങനെയാണെന്ന് അറിയോ? ഭയങ്കര ഫ്രഷ്. ഇത് റിമൈൻഡ്സ് മീ ഓഫ് എൻ്റെ പപ്പ ആൻഡ് മൈ സ്കൂൾ ഡേയ്സ്. എന്താണെന്നറിയില്ല, മേ ബി ആ സമയത്ത് എൻ്റെ പപ്പ അടിക്കുന്ന പെർഫ്യൂം ഈ ഒരു സ്മെല്ലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എക്സാമിന് എഴുതാൻ പോകുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. സോ ഇത് ലവ് റോക്ക് ബൈ ഷക്കീര. ഇത് എങ്ങനെയാണെന്ന് പറയുക? ഭയങ്കര ഫ്ലോറൽ, ഭയങ്കര ഫെമിനിൻ സ്മെല്ലാണ്. ഹസ്ബൻഡ്സ് നിങ്ങളുടെ ഇസ്കി അടിക്കുകയാണെങ്കിൽ, എനിക്കിങ്ങനെ ഇസ്കണ സ്വഭാവം ഉണ്ട്. അപ്പോൾ അങ്ങനത്തേനൊന്നും ആണുങ്ങൾക്ക് ഇത് പറ്റില്ല. ഭയങ്കര ഫെമിനിൻ, ഭയങ്കര ഫ്ലോറൽ, ഭയങ്കര സ്വീറ്റ്, കുറച്ച് ജാസ്മിൻ നോട്ട്സ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പൊതുവേ ജാസ്മിൻ പെർഫ്യൂംസ് ഇഷ്ടമല്ല, ബട്ട് ഇത് ഭയങ്കര ബാലൻസ്ഡ് ആണ്. ഫ്രൂട്ടി സ്മെല്ലൊന്നുമില്ല, ഭയങ്കര എനിക്ക് കല്യാണമൊക്കെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിന് പറ്റിയ സ്മെൽ. മുല്ലപ്പൂവിൻ്റെ നല്ല സ്മെൽ ഇതിലുണ്ട്. അതും ഈ മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടണ മുല്ലപ്പൂവിന് വേറെ സ്മെല്ലാണ്. നാട്ടിലുണ്ടല്ലോ, തൃശ്ശൂർ ടൗണിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ പന്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ ഈ മുല്ലപ്പൂ, ലൈക്ക് ഒരു ബോൾ പോലെ. ഇവിടെ അങ്ങനെ കാണാൻ കിട്ടില്ല കേട്ടോ. ഇവിടെ കർണാടകയിൽ കാണാൻ കിട്ടില്ല. ബട്ട് നാട്ടിൽ ഞാനിങ്ങനെ സൈക്കിളിൽ കണ്ടിട്ടുണ്ട് അങ്കിൾമാർ ഒരു കൊട്ടയിൽ. അതെനിക്ക് അതിൻ്റെ ആ ഒരു കൊട്ട നിന്ന് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലാണ്. പക്ഷെ നമുക്ക് ഈ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഈ ജാസ്മിൻ റോൾ ഓൺ കിട്ടില്ല, ആ സ്മെല്ലല്ല, അത് പേടിക്കണ്ട. അങ്ങനത്തെ ജാസ്മിൻ സ്മെല്ല് എനിക്കും ഇഷ്ടമല്ല. ബട്ട് നല്ലൊരു ജാസ്മിൻ്റെ ഒരു നല്ല സൈഡുള്ള സ്മെല്ലാണ്. ജാസ്മിൻ മാത്രമല്ല, ഇതിൽ വേറെയും സ്മെൽസ് ഉണ്ട്. കുറച്ച് സ്വീറ്റ്, കുറച്ച് പെപ്പി, കോളേജ് ഗേൾസിനൊക്കെ നന്നായി ഇഷ്ടമാവും. ഒരു മെച്യൂർഡ് സ്മെല്ലല്ല, ഒരു യങ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രഷ്, ഭയങ്കര ജോലി കൈൻഡ് ഓഫ് പെണ്ണുങ്ങൾക്ക് പറ്റിയൊരു ഫ്രേഗ്രൻസ് ആണ് ഇത്. ഞാൻ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണല്ലേ, കുഴപ്പമില്ലല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മോശമല്ല. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് ഡേറ്റിംഗ് യു. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് ഐറ്റൽ വെൽസ് നോർത്തേൺ ലൈറ്റ്സ് ഫൈൻ ഫ്രേഗ്രൻസ് മിസ്റ്റ്. ഇതും ഒരു ബോഡി മിസ്റ്റ് ആണ്.
ഐ തിങ്ക് ഐ ഹാവ് ഒരു 2-3 ബോഡി മിസ്റ്റ് ഉണ്ട്. ബോഡി മിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പെർഫ്യൂംസ് ഉണ്ടല്ലോ അതിൻ്റെ ഓയിൽ കണ്ടന്റ് കുറച്ച് അധികമാവും. സോ ഇറ്റ് മേക്സ് ഇറ്റ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഈ ഡിയോഡ്രൻറ്റിൽ അതിൻ്റെ ഇത്രയും കൂടി കുറവായിരുന്നു. സോ പെർഫ്യൂമിൻ്റെ അത്രയ്ക്ക് ഓടി പെർഫ്യൂമിൻ്റെ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. സോ മിസ്റ്റിൽ അയിരും കുറവാണ്, അപ്പോൾ ഇത് കുറച്ചും കൂടിയും കുറവ് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് ആക്ച്വലി അറിയാത്തവർക്ക് പറഞ്ഞെന്താണ്. സോ ഇത് ഇറ്റൽ വെൽസിൻ്റെ നോർത്തേൺ ലൈറ്റ്സ്. ഇതിനുണ്ടല്ലോ കുറച്ചൊരു ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ്, പക്ഷെ അങ്ങനത്തെ ആ ടിപ്പിക്കൽ സിട്രസി ഫ്രൂട്ടി അല്ല. ബട്ട് എന്താ പറയുക, ഒരു ബീച്ചിനും പറ്റിയൊരു സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്മെല്ല് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് അങ്ങനെ സ്വീറ്റ് അല്ല, എന്നാൽ ഫ്രഷും അല്ല, എന്നാൽ സെക്സിയും അല്ല, റൊമാൻറ്റിക്കും അല്ല, ജസ്റ്റ് നോർമൽ നല്ലൊരു സ്മെൽ. ലൈക്ക് എപ്പോൾ വേണമെങ്കിലും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്മെല്ലാണ്. ഭയങ്കര ഓവർ പാരിങ് അല്ല. ആൻഡ് ലാസ്റ്റിംഗ് പവർ ഈസ് ഓക്കെ. ഒരു ബോഡി മിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ലാസ്റ്റിംഗ് പവർ തന്നെയാണ്. സോ പൊതുവേ ഈ ബോഡി മിസ്റ്റ് ഒക്കെ 2 to 3 hours വരെ എനിക്ക് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ബട്ട് അങ്ങനെയാണ് ഈ സ്കിൻ കിസ് ടൈറ്റൻ ഇല്ലേ, അത് പിന്നെയും അതിലും അധികം കുറച്ചും കൂടിയും അധികം ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് ഐ തിങ്ക് ഇതും ഒരു 700-800 എത്രയുണ്ടാണ് എനിക്ക് സത്യം ഓർമ്മയില്ല. സോ ഇതിൻ്റെ ഫ്രേഗ്രൻസസ് ആക്ച്വലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതാണ് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉള്ളത്. പിന്നെ ലാസ്റ്റ് കാണിക്കാനുള്ളത് ഇത് നൈക്കയുടെ മിനി പെർഫ്യൂമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് മുവ, MOI ആണ്, പക്ഷേ മുവ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. മുവ ബിസു ആണ് ഈ ഒരു ഇതിന്. അവർക്ക് വേറെയും ഉണ്ട് കേട്ടോ, വേറെയും ഫ്രേഗ്രൻസസ് ഉണ്ട്. ഇതൊരു വാനില ചോക്ലേറ്റി കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അഫോർഡബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ ഒരു കാര്യം കൂടിയും, നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം കമൻറ്റ് ചെയ്ത് പറയണം. ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ ടേസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ എനിക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പെർഫ്യൂംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് മറക്കാതെ പറയണം കേട്ടോ.